നമുക്ക് ചില മാറ്റങ്ങൾ ഈ കുട്ടികളിലൂടെ ആരംഭിക്കാം. ഇന്ത്യയിൽ പല ഭാഗത്തുമുള്ള ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്ക് ഞങ്ങൾ ഈ ഫുട്ബോളുമായി ഇറങ്ങിച്ചെല്ലുകയാണ്. 13 ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ഡി ട്രിപ്സുമായി സഹകരിച്ച് സോക്കർ സഫാരി എന്ന യാത്ര ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. 4 മാസം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഫുട്ബോളിലെ പല പ്രമുഖരെയും കണ്ട് കുട്ടികൾ ഈ ഫുട്ബോളിലൂടെ വളർന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം സെന്ററുകൾ സ്ഥാപിച്ച് അവർക്ക് അവസരമൊരുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമസ്കാരം. ഡേ 19 നമ്മളിപ്പോൾ കൊരാപ്പുട്ട് സർക്യൂട്ട് ഹൗസിലുള്ളത്. ഇവിടെ നിന്ന് ഇന്ന് ചിത്രകൂടിലേക്ക് പോവാണ്. 2 മണിക്കൂറത്തെ മറ്റോ ഡ്രൈവേ ഉള്ളൂ. അതിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുംളിപുട്ട് എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് നല്ല ദോശയൊക്കെ കിട്ടുന്ന ഒരു സൈഡിൽ മാതാദി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കൊരാപ്പൂട്ടിലേക്ക് പോകുന്ന വഴി ഏകദേശം ബീജാപ്പൂർ എത്തിയിട്ടുണ്ടാവും. ഞങ്ങളെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് കേരള രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് ഒരു മലയാളി ഞങ്ങളെ വണ്ടിക്ക് കൈനീട്ടി. 10-22 കൊല്ലമായിട്ട് ബീജാപ്പൂരിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജിബു എന്നാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങി തന്ന് ഞങ്ങൾ വന്ന കാര്യങ്ങളും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് ജഗദൽപൂര എന്നാണ്. അവിടെ ഒരു സുനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മലയാളി തന്നെയാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനും ഞങ്ങളെ സഹായിക്കുവാനും പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ 2 ഗ്രൗണ്ടുകളുണ്ട്. ഒന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൗണ്ടും ഒന്ന് ഇവിടുത്തെ സ്പോർട്സിന്റെ തന്നെ ഗ്രൗണ്ടും. സ്പോർട്സിന്റെ ഗ്രൗണ്ട് സിന്തറ്റിക് ആണ്. നമ്മളിപ്പോ അത് കണ്ടു. ഇവിടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിൽ 2ലും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്താൽ മാത്രം മതി എന്നുള്ളത് അവർ പറയുന്നത്. അക്കോമഡേഷൻ അവർ റെഡിയാക്കി തരും, ഗ്രൗണ്ട് അവർ റെഡിയാക്കി തരും, നിങ്ങൾ കോച്ചിങ് കൊടുത്താൽ മാത്രം മതി എന്നുള്ളത് അവർ പറയുന്നത്. അപ്പം എന്തായാലും നമ്മളിത് നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, ഇതൊരു പോസിറ്റീവായിട്ടൊരു മൂവായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് കാണാം. ചിത്രകൂടിൽ ഫേമസ് അവിടുത്തെ വാട്ടർഫോൾസ് ആണ് ചിത്രകൂട് വാട്ടർഫോൾസ്. ഇന്ദ്രാവതി നദിക്ക് കുറുകെയുള്ള ഈ വാട്ടർഫോൾസ് ഇന്ത്യയിലെ നയഗ്ര ഫോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ നേരെ പോയത് അങ്ങോട്ടേക്കാണ്. ഞങ്ങളവിടെ എത്തി. അധികം തിരക്കൊന്നുമില്ല, നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ നല്ല വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് നടന്നു. 2 സൈഡിലും ഹാൻഡിക്രാഫ്റ്റും പച്ച കടലയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇഷ്ടംപോലെ ഹാൻഡിക്രാഫ്റ്റും സാധനങ്ങളും വെക്കുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞ് വേണം നമ്മൾ ഈ പറയുന്ന വാട്ടർഫോൾസ് കാണുന്ന സ്ഥലത്തെത്താൻ. അവിടെയും എന്താ പറയുക, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ യാത്രക്കാർക്ക് ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരെ ഡെയിലി ജോബാണിത്. അങ്ങനെയാണ് അവരെ വരുമാനം. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിത്രകൂടിൻ്റെ ഫേമസ് അല്ലെങ്കിൽ ചിത്രകൂടിൻ്റെ അവിടുത്തെ ലോക്കൽ കള്ള് എന്ന് പറയുന്ന സെൽഫി എന്നാണ് അതിൻ്റെ പേര്. അത് കുടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് വിൽക്കുന്ന ആൾക്കാരടക്കം അവിടെയുണ്ട്. അവരൊക്കെ കണ്ടു, അവരൊക്കെ പരിചയപ്പെട്ടു, അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ ബീജാപ്പൂരിലേക്ക് തിരിച്ചു. അപ്പോൾ നമ്മൾ ബസ്തറിന് ബീജാപ്പൂരിലേക്ക് പോവായിരുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇത് സാറ്റർഡേ സൺഡേ മാർക്കറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി, മാർക്കറ്റ് കണ്ടപ്പോൾ ഇറങ്ങിയത് ആക്ച്വലി. അപ്പോൾ ഇവിടെ നമ്മളെ മറ്റേ കോഴിയങ്കം ആ സാധനമില്ലേ, ആ പരിപാടി നടക്കുന്നു. എന്താ പറയുക, രസമുണ്ടോയെന്നോ പറയാ സങ്കടമാണെന്നോ പറയാൻ അറിയില്ല ആക്ച്വലി. കാരണം അധികവും ചെറിയ വാള് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട്
അത് ചത്തുവാണ് അത് തോക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോര തടിക്കും ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക യുദ്ധം കഴിഞ്ഞിട്ട്. ഇവർ പറയുന്നത്, ഞാൻ ചോദിച്ച ഒരാളുടെ അടുത്ത് പറഞ്ഞത് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഉണ്ടാവുമെന്ന് പറയുന്നത്. ബീജാപ്പൂരിലെത്തി ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനാണ് അവിടുത്തെ കോൺടാക്റ്റ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ അയാൾ വരാൻ താമസിച്ച സമയത്ത് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു എന്നല്ല, നല്ല 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 പരിചയപ്പെടലായിരുന്നു. എല്ലാവരും നല്ല സഹായിക്കാൻ, ഞങ്ങൾക്ക് റൂം വേണോ, ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ സഹായിക്കാനൊക്കെ റെഡിയായിരുന്നു. ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ഞങ്ങളെ ഓൾറെഡി ഉള്ള ആൾ വന്നു. അയാൾ ഞങ്ങളെ കൂട്ടി ഞങ്ങൾ താമസ സൗകര്യമൊക്കെ റെഡിയാക്കി തന്നതിന് ശേഷം ബീജാപ്പൂർ ഞങ്ങൾ വരുന്ന വഴിക്കാണ് നവോദയ വിദ്യാലയം കണ്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ വെറുതെ ഒന്ന് നവോദയ വിദ്യാലയം കയറി. അതിനുശേഷം തിരിച്ച് ഏകദേശം രാത്രിയാകുമ്പോഴാണ് ബീജാപ്പൂരിലുള്ള സ്റ്റേഡിയത്തിലേക്ക് പോയത്. അവിടെ സ്റ്റേഡിയത്തിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവരുടെ കൂടെ കളിച്ചു കുറച്ച് സമയം. ഇരുടാവുന്നവരെ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറോളം ഞങ്ങൾ അവരോട് കളിച്ചിട്ടുണ്ടാവും. കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് വന്നു. तो आज के लिए गुड नाइट.